നല്ല കൈൻഡ് ആയിട്ടുള്ള എമ്പതിയൊക്കെ ഉള്ള ആളുകളാണ് എപ്പോഴും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ പോയി പെടുന്നത്. ഇതിൻ്റെ ഒരു കാരണം ഈ എമ്പതിയുള്ള അല്ലെങ്കിൽ നല്ല കൈൻഡ് ആയിട്ടുള്ള ആളുകളെല്ലാം വീക്കായത് കൊണ്ടല്ല. ഇത് പകരം ഇവരെപ്പോഴും മറ്റുള്ളവരുടെ സൈഡിൽ നിന്നാണ് ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം, നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ചു കൊടുക്കാം, പാവല്ലേ, എല്ലാവർക്കും പറ്റുന്നതല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വീണ്ടും വീണ്ടും മറ്റുള്ളവർക്ക് സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് പോലും കളഞ്ഞ് ഒരു ചാൻസ് കൊടുക്കാനുള്ള മനസ്സ് ഈ നല്ല കൈൻഡായിട്ടുള്ള എമ്പതിയുള്ള ആളുകളിൽ നന്നായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ബൗണ്ടറീസ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് സത്യം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ നന്മയും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ സ്വയം നമുക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ എന്നുകൂടെ ചിന്തിക്കണം. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മ നമുക്ക് മോശമായിട്ട് വരുന്നുണ്ടോ എന്നും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നാർസിസ്റ്റിക് പോലുള്ള റിലേഷൻഷിപ്പിലൊക്കെ പോയി പെടാൻ ഈ കൈൻഡായിട്ടുള്ള ആളുകളുടെ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ നല്ല എമ്പതിയുള്ള കൈൻഡായിട്ടുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ഇതെല്ലാം ഇവർ ക്ഷമിച്ചു കൊടുക്കും. എന്തൊരു തെറ്റ് നാർസിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും ഈ എമ്പതിയുള്ള നല്ല കൈൻഡായിട്ടുള്ള ആളുകൾ ഇത് ക്ഷമിച്ച് വേറെ ഒരു ചാൻസ് ഇവർക്ക് കൊടുക്കും. അത് തന്നെയാണ് ഒരു നാർസിസ്റ്റിനും വേണ്ടത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെയുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം.